ലീഡേഴ്സ് ഒരുക്കി തന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് നല്ലൊരു ദിവസം. ഞാൻ ആദ്യമായിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് റീന അയ്യൂബ്. എന്റെ വീട് മതിലകത്തിനടുത്ത് കൂളിമുട്ടം വന്ന സ്ഥലത്താണ്. എന്നെ ഈ നന്മ നിറഞ്ഞ പ്രസ്ഥാനം പരിചയപ്പെടുത്തിയത് എന്റെ ഫ്രണ്ടായ സലീഷ മേഡാണ്. മേഡത്തെ ഈ നിമിഷം ഒരുപാട് നന്ദിയോടുകൂടി ഓർക്കുന്നു. അതുപോലെ എന്നെ വളരുവാൻ സഹായിച്ച എല്ലാ ലീഡേഴ്സിനും, വളരാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്ന, വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ലീഡേഴ്സിനും എനിക്ക് ഒരുപാട് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന എല്ലാ ലീഡേഴ്സിനും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ 2.5 വർഷം മുമ്പാണ് RCM എന്ന ഈ നന്മ നിറഞ്ഞ പ്രസ്ഥാനത്തില് ഫാത്തിമ മാഡം ഒന്ന് മ്യൂട്ട് ചെയ്യൂ. വന്നിട്ട് എന്നെ പ്രസ്ഥാനത്തില് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ ഒരുപാട് പ്രതിസന്ധി ഇപ്പൊ തന്നെ നമുക്ക് അറിയാം അല്ലെ, RCMല് പ്രതിസന്ധികൾ വരും. അതിനെല്ലാം തരണം ചെയ്താൽ മാത്രമേ നമ്മൾക്ക് RCMലൂടെ ഒരുപാട് വലിയ വലിയ പ്രതിസന്ധികൾ നമുക്ക് വന്നു. എന്താ പറയാ, ലീഡേഴ്സ് പറയാറുണ്ട്, എന്തുട്ടാ പറയാ, ഓട്ടോ വിളിച്ചു വരും, ട്രെയിൻ വിളിച്ചു വരും, ഫ്ലൈറ്റ് വിളിച്ച് പ്രതിസന്ധികൾ വരുമെന്ന്. അപ്പൊ ഇത് നമുക്ക് ഇന്ന് ഇതിന്റെ ഒരു ഉദാഹരണമാണ് ഇന്നത്തെ നമ്മുടെ സാങ്കേതികമായ ഒരു പ്രതിസന്ധി. അപ്പൊ എല്ലാ വിധത്തിലും നമുക്ക് പ്രതിസന്ധി വരും. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നമുക്ക് ഈ RCM എന്ന പ്രസ്ഥാനത്തിൽ വിജയിക്കണം. അതാണ് നമുക്ക് നമ്മളെ എന്താ പറയാ, നമ്മൾ വിജയിക്കാനുള്ളവർക്ക് പ്രതിസന്ധികൾ വരും. അത് എന്തായാലും എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനെ വിജയിച്ച് തന്നെ നമ്മ മുന്നേറാൻ ശ്രമിക്കണം. അപ്പൊ 2.5 വർഷം മുമ്പ് എന്നെ ഈ RCM എന്ന പ്രസ്ഥാനത്തിൽ പരിചയപ്പെടുത്തിയപ്പോൾ ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് ഞാൻ ഈ RCM എന്ന പ്രസ്ഥാനത്തിൽ വന്നത്. നമുക്ക് ഇങ്ങനെ ഒരു ടീം വർക്കോ വരുമാന സാധ്യതയോ ഒന്നും അറിയാത്ത ഒരു സമയത്താണ് ഈ വെറും സെയില് ചെയ്തുകൊണ്ട് എങ്ങനെ നമ്മുടെ വീട്ടില് പ്രതിസന്ധികൾ മാറ്റാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും ഈ ഒരു പ്രസ്ഥാനത്തിൽ, നിറഞ്ഞ പ്രസ്ഥാനത്തിൽ എത്തിയത്. അപ്പോൾ അതിലൂടെ ഒരുപാട് ലീഡേഴ്സിന്റെ ഒരു നല്ല സപ്പോർട്ടോട് കൂടിയാണ് നമുക്ക് കുറച്ചെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അപ്പൊ എത്ര പ്രതിസന്ധി വന്നാലും ആരും വിട്ടുപോകരുത് എന്നുള്ളൊരു RCMല് നമുക്ക് പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ പറയാനുള്ളൊരു കാര്യം. അപ്പൊ നമുക്കിന്ന് പറയാനുള്ളത് പ്രോഗ്രാമുകളുടെ പ്രസക്തിന് അല്ലേ. നമുക്ക് പ്രോഗ്രാം ഇല്ലാതെ RCMല് ജീവവായു എന്ന് പറയാം പ്രോഗ്രാമിന്. നമുക്കിപ്പോൾ ഭക്ഷണം, വെള്ളം, വായു അല്ലെ, അതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ജീവൻ നിലനിർത്താനുള്ളൊരു സംഭവം. നമുക്ക് ഭക്ഷണം ഇല്ലെങ്കിൽ നമുക്ക് 2 ദിവസം വരെ നമുക്കൊക്കെ 2 ദിവസം, ചിലപ്പോൾ ഒരാഴ്ച വരെയൊക്കെ പോവും. വെള്ളം ഇല്ലെങ്കിലും നമുക്ക് ഒരാഴ്ച വരെ. പക്ഷെ നമുക്ക് ശ്വസിക്കാനുള്ള വായു ഇല്ലെങ്കിൽ നമ്മൾ ഒരു 10 മിനിറ്റ് പോലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് നമുക്ക് RCMലെ പ്രോഗ്രാമുകൾ. ഇപ്പൊ പ്രോഗ്രാമുകൾ, മീറ്റിങ്ങുകൾ എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് പേർക്ക് നെഗറ്റീവുകൾ വരുന്നത്. എപ്പോഴും മീറ്റിംഗ് ആണ് എപ്പോഴും പ്രോഗ്രാം. പക്ഷെ ഈ RCM പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏതാണ് നമുക്ക് പ്രോഗ്രാം. അത് മനസ്സിലാക്കിയും കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് നമ്മൾ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുകയും അതിലേക്ക് ആളുകളെ, പുതിയ വ്യക്തികളെ അതിലേക്ക് അറ്റൻഡ് ചെയ്യിപ്പിക്കുകയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ RCM എന്ന പ്രസ്ഥാനത്തിൽ നമ്മൾ പറയുന്നതല്ല വിജയിച്ച് വന്നിരിക്കുന്ന, ഇതിലൂടെ വിജയിച്ച് വന്നിരിക്കുന്ന ഏതൊരു സാധാരണക്കാരുടെയും വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് എത്ര നമ്മൾ വിചാരിക്കും, ഇപ്പൊ ഒരു വ്യക്തിയെ കണ്ടാൽ വിചാരിക്കും അവർക്ക് RCMന്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ വിചാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ RCMല് നന്നായിട്ട് ഒരു പ്രോഗ്രാം കേട്ട് കഴിഞ്ഞിട്ട് അവർക്ക് അത് തീരുമാനം എടുക്കുന്നത്. അപ്പൊ നമ്മ ആരെ കുറിച്ച് മുൻധാരണ വെക്കരുത്. ഓരോരുത്തരെയും നമ്മ പ്രോഗ്രാമിന്, ഇപ്പോൾ വീട്ടിലേക്ക് വാങ്ങുന്ന വ്യക്തിയായിരിക്കും, വീട്ടിലേക്ക് വാങ്ങുന്ന വ്യക്തിയാണ് നമ്മൾ വിചാരിക്കും അവര് വീട്ടിലേക്ക് വാങ്ങുന്നതാണെന്ന് വിചാരിക്കും. പക്ഷെ നമ്മ അവരെ നിരന്തരമായ ഒരു പ്രോഗ്രാമിന് നമ്മ അങ്ങനെ പറയാ, നിങ്ങൾക്ക് 2 അവസരമുണ്ട്, നിങ്ങൾക്ക് വീട്ടിലേക്ക് വാങ്ങാനും ഇതിലൊരു വലിയൊരു വിഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്ത് അവരെ ഈ ഒരു ഏതെങ്കിലും ഒരു ലീഡേഴ്സ് പറയുന്നത് പോലെ നമ്മ കയറിട്ട് കെട്ടിവലിച്ചു കൊണ്ടുവരണം എന്നാണ് പറയുന്ന പ്രോഗ്രാമുകൾക്ക്. അപ്പൊ എങ്ങനെയെങ്കിലും നമ്മൾ അവരെ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പകുതി പണി കുറഞ്ഞെന്നുള്ളതാണ്. നമ്മ ഒരു 100 പ്രാവശ്യം പറഞ്ഞതിലും അവർ ഒറ്റ പ്രോഗ്രാം കേട്ടാൽ തന്നെ തീരുമാനം എടുക്കുകയും നമ്മളോട്
ഇനി എന്ത് ഞാൻ ചെയ്യണമെന്നുള്ള ഒരു കാര്യം നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പ്രോഗ്രാമുകൾ ഒരുപാടുണ്ട്, പല വിധത്തിലുള്ള പ്രോഗ്രാമുകൾ ഉണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് 1-to-1 മീറ്റിംഗ് ഒരു പ്രോഗ്രാം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് വരുന്നതാണ് ഹോം മീറ്റിംഗ്. അതുപോലെ തന്നെ നമുക്ക് വരുന്നുണ്ട് ഷോപ്പ് ഇനോഗ്രേഷൻ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഷോപ്പുകളുടെ ഇനോഗ്രേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വെൽക്കം മീറ്റിംഗ്, ഹോൾ പ്രോഗ്രാം, മെഗാ പ്രോഗ്രാം, ആനിവേഴ്സറി പ്രോഗ്രാം, ട്രെയിനിങ് പ്രോഗ്രാമുകൾ, ത്രിദിന ക്ലാസ്സുകൾ, അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ. ഒരു കോൾ വരുന്നുട്ടോ, സോറി. ഓക്കെ, കോളുകൾ വന്നോണ്ടിരിക്കുന്നു. ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾക്ക് വരുന്നുണ്ട്. നമ്മളിപ്പോ അകലങ്ങളിൽ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ പല വ്യക്തികളും അതിന് നിരുത്സാഹമായിരിക്കും. ഇത്ര അകലെ, അത് ആദ്യമായിട്ട് നമ്മളും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ എനിക്ക് തുമ്പൂര് ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് നമ്മ ആരെങ്കിലോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പറയും തുമ്പൂരോ അല്ലെങ്കിൽ കൊമ്പിടിഞ്ഞാമാക്കലോ ഇത്ര അകലെയോ എന്ന് അവര് ചോദിക്കും. അപ്പൊ നമ്മളും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പൊ നമ്മ ഞാനും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ, ഞാനും അങ്ങനെയുള്ള വിചാരിച്ചിരുന്നത്, ഇത്ര അകലെ പക്ഷെ നമ്മ പോയി നമ്മൾ അതിന്റെ വിഷയം കണ്ടു കഴിഞ്ഞാലാണല്ലോ നമ്മൾ അതിലേക്ക് പോവുള്ളൂ. അപ്പൊ പുതിയ വ്യക്തികളെ നമ്മ വിളിക്കുമ്പോൾ അകലെയാണെന്ന് പറഞ്ഞാൽ നമ്മ ഒട്ടും അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. അത് നമ്മളെ തന്നെ വിചാരിച്ചാൽ മതി. നമ്മ എങ്ങനെയാണെന്ന് ഉള്ളത് നമുക്കറിയാലോ. അതുപോലെ അപ്പൊ നമ്മ മനസ്സിൽ വിചാരിച്ചാൽ മതി, നമ്മളെ പോലെ തന്നെയല്ലേ അവരും എന്നുള്ളൊരു വിഷയം നമുക്ക് ഉണ്ടായാൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അവരെ ഹോം മീറ്റിങ്ങൾക്ക്, നമ്മൾ അടുത്ത വീടുകളിൽ എന്തായാലും ഒരു ഹോം മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഹോം ഷോപ്പിന്റെ ഇനോഗ്രേഷൻ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അവരെ അതിലേക്ക് ക്ഷണിക്കാം. അപ്പൊ അവർക്കൊരു ചെറിയ വിഷൻ അത് അങ്ങനെ ഹോം മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത് കഴിഞ്ഞ വ്യക്തികളെ നമ്മ എന്തായാലും ഫോക്കസ് ചെയ്യണം. ഈ വലിയ പ്രോഗ്രാമുകളൊക്കെ അവർക്കൊരു ചെറിയ വിഷനാണ്. എന്തെങ്കിലും അവിടെ വന്ന ആളുകളുടെ പ്രൊഡക്റ്റുകളെ കുറിച്ച് അറിയാൻ അവർക്ക് പറ്റും. പ്രൊഡക്റ്റിന്റെ ഇത്ര നല്ല പ്രൊഡക്റ്റ് ആണോ എന്ന് ഇപ്പൊ ഹോം മീറ്റിങ്ങുകളിൽ ഓരോരുത്തരെ പങ്കെടുപ്പിക്കുമ്പോൾ അവർ ചോദിക്കും, നിങ്ങളിൽ ഇത്ര, ചിലപ്പോ ഒരു ചായലയും ഒരു ആട്ട എന്തെങ്കിലും വാങ്ങണ്ടാവുള്ളൂ. പിന്നെ സപ്ലിമെന്റിന്റെയും ഒരുപാട് പ്രൊഡക്റ്റുകളെ കാര്യങ്ങള് കേൾക്കുമ്പോൾ അത്രയും നല്ല പ്രൊഡക്റ്റുകൾ നിങ്ങളിതിലുണ്ടാവും. അപ്പൊ അവരെ കണ്ണുകളിൽ ഒരു തിളക്കുണ്ടാവും. അപ്പൊ നമുക്ക് അവരെ അടുത്തുള്ള ഏതെങ്കിലും ചെറിയൊരു പ്രോഗ്രാമിലേക്ക് അവരെ ക്ഷണിക്കാം. അപ്പൊ അത് കണ്ടു കഴിഞ്ഞ് വിജയിച്ച് നിൽക്കുന്ന വ്യക്തികളെ ഏതൊരു ഇപ്പൊ സജീവ് സാറൊക്കെ പറയാറുണ്ട്, സാറൊക്കെ പോയപ്പോ ഏറ്റവും താഴ്ന്ന നിലയിലുള്ളവരും ഏറ്റവും വലിയ ഡോക്ടേഴ്സ് അങ്ങനെയുള്ള ആളുകളൊക്കെ വിജയിച്ച് നിൽക്കുന്ന പ്രോഗ്രാമുകൾ കണ്ടപ്പോഴാണ് തീരുമാനമെടുത്തത്. ഞാനും അതെ, ഫസ്റ്റ് തന്നെ എനിക്ക് കിട്ടിയ ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡർ സ്വപ്നങ്ങളുടെ രാജകുമാരൻ ഗിരീഷ് കുമാർ സാറിന്റെ ഒരു 3 പീടികകളുടെ ഒരു പ്രോഗ്രാമാണ് എനിക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയത്. ആദ്യം തന്നെ ആ പ്രോഗ്രാമിൽ പോയപ്പോൾ നമുക്ക് ഒരു സെയില് ചെയ്തിട്ട് നമ്മുടെ വീട് ഇതാക്കാന്നുള്ള രീതിയിൽ പോയി പ്രോഗ്രാം കേട്ടപ്പോൾ സ്വപ്നങ്ങളൊന്നും ഇല്ലാതെ ഇരുന്ന എനിക്ക് സ്വപ്നങ്ങൾ കാണാൻ പറ്റി. എന്താ പറയാ, ഒരുപാട് സ്വപ്നങ്ങളുള്ള സാറിന്റെ ക്ലാസ് ആണ് ഫസ്റ്റ് തന്നെ എനിക്ക് കിട്ടിയത്. അപ്പൊ തീരെ ആദ്യ കാലങ്ങളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടെങ്കിലും കൂടി പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ നമ്മ ഒരിക്കലും ഒന്നും വിജയിക്കില്ല. നമുക്ക് അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റി, ഇനി മക്കള് പഠിച്ച് അവർക്ക് ഒരു ജോലി കിട്ടിയിട്ട് വേണം നമുക്ക് വിജയിക്കാനെന്നുള്ളൊരു രീതിയിൽ ഇരിക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു പ്രോഗ്രാം. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ ഉപ്പും മല്ലിയും മുളകും വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സെയില് ചെയ്താല് ഇങ്ങനെ ഒരു വിഷൻ കിട്ടുമെന്ന് എനിക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത ഒരു വിഷനാണ് അവിടെ കിട്ടിയത്. അതുപോലെ തന്നെ ഈ നമ്മുടെ ജിഷ സജീവ് കുമാർ സാർ മാഡം ഒരു പ്രോഗ്രാമിൽ പറഞ്ഞ് നമ്മ ഒരു സോപ്പ് കൊണ്ട് പോകുമ്പോൾ നമ്മൾ അതിൽ ഹോപ്പ് കാണണം എന്നുള്ള കാര്യം. അതൊക്കെ എൻ്റെ മനസ്സിൽ എപ്പോഴും. അപ്പൊ നമ്മ സെയിലിന് പോകുമ്പോഴും നമുക്ക് ഇങ്ങനെ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയാ, ഭയങ്കര പവറാണ് വരുന്നത്. ഒരേ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴും ഭയങ്കര കോൺഫിഡൻസ് കൂടി വരുന്നു. പ്രോഗ്രാമുകൾ ഓരോന്നും അറ്റൻഡ് ചെയ്യുമ്പോഴും നമുക്ക് വിജയിക്കാൻ പറ്റും, നമുക്ക് ഇതിൽ വിജയിക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസും നമ്മുടെ എല്ലാ സ്കില്ലുകളും കഴിവുകളൊക്കെ നമുക്ക് വളർത്താൻ പറ്റും. അപ്പൊ മാഡം പറയാറുണ്ട് ഇങ്ങനെ പ്രതീക്ഷ ഉണ്ടാവണമെന്ന്. നമ്മ ഒരു പ്രൊഡക്റ്റുകൾ വിൽക്കുമ്പോൾ നമുക്ക് അതിൽ പ്രതീക്ഷ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റും. അന്ന് ഗിരീഷ് സാറിന്റെ പ്രോഗ്രാമിന് പോയപ്പോൾ എന്നെ സ്റ്റേജിൽ കയറ്റി. ഫസ്റ്റ് തന്നെ സാറ് വിളിച്ചും കയറ്റി സ്റ്റേജിൽ കയറ്റി
ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, പറയിപ്പിച്ചു. അപ്പൊ ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു സ്റ്റേജിൽ കയറാനും അവിടെ നിന്ന് ഒരു സാറ്, ഇത്ര വലിയ സാറ് നമ്മളെ പുകഴ്ത്തി പറയുന്നു. നമുക്ക് വലിയൊരു അംഗീകാരം പോലെയാണ് സ്റ്റേജിൽ കയറിയും കാര്യം പറഞ്ഞത്. അപ്പൊ ഒരുപാട് വ്യക്തികൾ അംഗീകാരം ആഗ്രഹിക്കും, പണം ഉണ്ടാവും, ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടാവും, അംഗീകാരം ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഒരു വെൽക്കം മീറ്റിങ്ങിനൊക്കെ നമ്മൾ കൊണ്ടുപോയി അവരെ മാലയിട്ട് സ്വീകരിച്ച് അവർക്കൊരു അംഗീകാരം, ചിലപ്പോ ഒരു ട്രോഫി ഒക്കെ കൊടുക്കുമ്പോ അവര് ജീവിതത്തിൽ ചിലപ്പോ അടുക്കളയിൽ ഒരുപാട് കാലം പണിയെടുത്തിട്ടും വേറെ വല്ല ഫീൽഡിൽ ഇപ്പൊ ഒരു ലീഡേഴ്സ് പറയാറുണ്ട്, ഒരുപാട് ഗവൺമെന്റ് ജോലിയൊക്കെ പങ്കെടുത്തിട്ടും ഒരു ട്രോഫിയോ ഒരു അംഗീകാരം ഒന്നും കിട്ടാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അവർക്ക് അതിലേക്ക് ഭയങ്കര ഒരു ഇതായിരിക്കുള്ളൂ അംഗീകാരങ്ങളൊക്കെ കിട്ടുമ്പോൾ. അപ്പൊ അവര് തീരുമാനമെടുക്കും, എനിക്കിങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അംഗീകാരം കിട്ടുമെന്നുള്ള ഒരു സംഭവം മനസ്സിൽ വരുമ്പോൾ അവർ അതിലേക്ക് RCM ഉറച്ചു നിൽക്കാൻ തന്നെ തീരുമാനിക്കും. അതുപോലെ തന്നെ വിജയിച്ച് നിൽക്കുന്ന വ്യക്തികൾ കാണുമ്പോൾ നമുക്ക് എന്നെ കൊണ്ടൊന്നും പറ്റൂല എന്നുള്ള രീതിയിൽ നമ്മൾ വിചാരിച്ചിട്ടായിരിക്കുള്ളൂ ഒരു പ്രോഗ്രാമിന് പോണത്. അപ്പൊ നമ്മളെക്കാളിലും പറയാ ഒരു കഴിവും നമുക്ക് തോന്നൂല, കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു അത്ര വലിയ പവർഫുൾ ആണെന്നോ അങ്ങനെ ഒന്നും തോന്നാത്ത വ്യക്തികൾ ചിലപ്പോ അവര് വാങ്ങണ പേളായിരിക്കും, ടെക്നിക്കലായിരിക്കും, അങ്ങനെയുള്ള എമറാൾഡ് ആയിരിക്കും, അങ്ങനെയുള്ള രീതിയിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരുപാട് പേര് നല്ല വിജയിച്ച് ലേഡീസ് ആയാലും അങ്ങനെ. അപ്പൊ ഞാൻ ലേഡി അല്ലേ, എനിക്ക് അങ്ങനെ ഒന്നും പറ്റൂല എന്നുള്ള മനസ്സിലായിരിക്കുമല്ലോ നമുക്ക്. അപ്പൊ ഇത് വിജയിച്ച് വെക്കുന്ന ലീഡേഴ്സിനെ കാണുമ്പോഴും അപ്പൊ നമുക്ക് എനിക്കും പറ്റുന്നുള്ളൊരു, അത് എല്ലാവർക്കും പറ്റുന്നുള്ളൊരു മെന്റാലിറ്റി നമുക്ക് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും നമുക്ക്. അതുപോലെ തന്നെ അവര് ഹോം മീറ്റിംഗ് കഴിഞ്ഞ് ഹോൾ പ്രോഗ്രാം കഴിഞ്ഞ് പിന്നെ അവരെ നമുക്ക് വലിയ വലിയ പ്രോഗ്രാമുകളിൽ അറ്റൻഡ് ചെയ്യിക്കാൻ നോക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഗാ പ്രോഗ്രാം. എനിക്ക് ഹോൾ പ്രോഗ്രാം കഴിഞ്ഞ് പിന്നെ കിട്ടിയത് ത്രിദിന ക്ലാസ് ആയിരുന്നു. നമ്മുടെ സജീവ് സാറിന്റെ ത്രിദിന കോഴ്സാണ് നമുക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എങ്ങനെ വിജയിക്കേണ്ട കാര്യങ്ങൾ, അപ്പൊ ത്രിദിന കോഴ്സുകൾ ട്രെയിനിങ്ങുകളാണല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എങ്ങനെ വിജയിക്കാൻ പറ്റുന്നുള്ള സജീവ് സാറിന്റെ ഒരു ക്ലാസ് വന്ന് അവിടെ സ്വപ്നങ്ങൾ എഴുതാൻ സാറ് സ്വപ്നങ്ങൾ എഴുതിച്ച്. അപ്പൊ സ്വപ്നങ്ങൾ എഴുതി. അപ്പൊ ജയശ്രീ മാഡം പറയാറുണ്ട്, ജയശ്രീ മാഡം ത്രിദിന ക്ലാസ്സിലൂടെയാണ് ഈ RCM പ്രസ്ഥാനം ഏറ്റെടുത്തത്. ഞാനും അതെ, അന്ന് സജീവ് സാറിന്റെ ത്രിദിന ക്ലാസ്സിൽ പോയിട്ട് ഗിരീഷ് സാറിന്റെ ത്രിദിന ഒരു മോട്ടിവേഷനാണ് നമുക്ക് ലഭിച്ചത് അന്ന്. ഇങ്ങനെയൊക്കെ പറ്റും, ഇങ്ങനെ സ്വപ്നങ്ങളൊക്കെ നമുക്ക് സഫലമാകാൻ പറ്റും എന്നുള്ളൊരു മോട്ടിവേഷനാണ് നമുക്ക് അന്ന് ലഭിച്ചത്. പക്ഷെ സജീവ് സാറിന്റെ പിന്നെ ഉള്ള ത്രിദിന ക്ലാസ്സിന് 3 പീഠിക അതിൽ ഒരു ത്രിദിന ക്ലാസ് ഞങ്ങൾ ജോയിൻ ചെയ്ത അവസരം ഉണ്ടായിരുന്നു. അന്ന് പോയപ്പോൾ എങ്ങനെ വിജയിക്കാൻ പറ്റും, സാറിന്റെ വിജയിച്ച് വന്ന വഴികളും പറഞ്ഞ് നമ്മളെ സ്വപ്നങ്ങൾ എഴുതിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തായാലും ഇതിൽ വിജയിക്കാൻ പറ്റുന്നുള്ളൊരു ഉറച്ച ഒരു മനസ്സ് നമുക്ക് കൈവരുന്നു. അന്ന് എന്റെ മനസ്സുകൊണ്ട് അന്ന് ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ എഴുതിപ്പോയി. പക്ഷെ എന്തുകൊണ്ടോ ഒരുപാട് പേരെ വിളിച്ച എനിക്ക് ഒരുപാട് സ്റ്റേജിൽ നിന്നിട്ട് പറയാൻ പറ്റാത്തൊരു കാരണം കൊണ്ട് ഞാൻ കൈയൊന്നും പൊക്കിയില്ല. സ്വപ്നങ്ങൾ എഴുതിയെന്നും പറഞ്ഞിട്ട് കൈയൊന്നും പൊക്കിയില്ല. പക്ഷെ എനിക്ക് വീട്ടിൽ ചെന്നിട്ട് ഭയങ്കര ഒരു സാറിനോട് പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ഭയങ്കര ഒരു വിഷമം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത്, രാത്രി ഒരു 11:30-12 മണിയൊക്കെ ആയിട്ടുണ്ടാവും, എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. സാറിനോട് പറഞ്ഞില്ലല്ലോ, എനിക്ക് എന്തായാലും വിജയിക്കണം, ലീഡേഴ്സിന്റെ സപ്പോർട്ട് വേണം. ഞാൻ എന്ത് ചെയ്ത്, സാറിനെ അറിയാൻ കൂടി ഇല്ല, ഗ്രൂപ്പിൽ നിന്ന് സാറിന്റെ നമ്പർ സേവ് ചെയ്തെടുത്ത് സാറിനൊരു മെസ്സേജ് ഇട്ട്, സാറേ എനിക്ക് വിജയിക്കണം, എൻ്റെ വീട്ടില് ഞാൻ മാത്രമാണ് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, എൻ്റെ സഹോദരങ്ങളൊക്കെ നല്ല നിലയിൽ നല്ല രീതിയിൽ ജീവിക്കണം, ഞാൻ മാത്രമാണ് എനിക്ക് അവര് ഗൾഫിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ്, ഫാമിലി ആയിട്ടാണ്. പക്ഷെ ഞാൻ ആരോടും എൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും പറയാറില്ല, സാറേ എനിക്ക് വിജയിക്കണമെന്ന് ഞാൻ ഒരു വോയിസ് ഇട്ട്. അതിന്റെ മറുപടി, ആ ഒരു വോയിസിന്റെ മറുപടിയാണ് എന്നെ ഈ പ്രസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കാൻ ഇതാക്കിയത്. സാർ പറഞ്ഞു, മേഡം വിജയിച്ചിരിക്കും, മേഡത്തിന്റെ ആളുകളെ മേഡത്തിന് ഒരു സമയത്ത് നോക്കാൻ മേഡത്തിനെ കൊണ്ട് പറ്റും. സോറി
അങ്ങനെയുള്ള ഒരു മെസ്സേജ് സാറിന്റെ കയ്യിൽ, ആ മെസ്സേജ് അത് എനിക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റിയില്ല. ആ മെസ്സേജ് സേവ് ചെയ്ത് വെക്കേണ്ട മെസ്സേജാണ് അത് അന്ന് സാർ തന്നത്. ഒരു സമയത്ത് മേഡത്തിന്, മേഡത്തിന്റെ എല്ലാ സഹോദരങ്ങളെയും മാതാപിതാക്കളെയും മേഡത്തിന്റെ പൈസ കൊണ്ട് അവരെ സംരക്ഷിക്കാൻ പറ്റുന്നുള്ളൊരു മെസ്സേജ് എനിക്ക് തന്നപ്പോ ആ ഒരു മെസ്സേജ് തന്നെ എന്നും മനസ്സിൽ അതെന്നും ഉണ്ടാവും. ആർസെമില് എന്താ പറയാ, എന്റെ ജീവൻ ഉള്ളിടത്തോളം കാലം ആർസെമിൽ ഉണ്ടാവും, വിജയിച്ചിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ത്രിദിന കോഴ്സുകളിലേക്ക് ആളുകളെ കൊണ്ടുവരണം. അങ്ങനെയുള്ള ഗ്രേറ്റ് ലീഡേഴ്സിന്റെ, അതുപോലെ തന്നെ എനിക്ക് ഹോം ഷോപ്പിന്റെ ഇനോഗ്രേഷൻ ഒരുപാട് ഈ നമ്മുടെ എമറാൾഡ് ബിജു സാറാണ് ഇനോഗ്രേഷൻ. അപ്പൊ ഞാൻ ആലോചിക്കൂ, ഇത്രയും നല്ല നല്ല ലീഡേഴ്സ് ഇതില് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കൊക്കെ എന്തിനു ചെയ്തുകൂടാ. അപ്പൊ അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ കാണുമ്പോഴാണ് നമുക്ക് അല്ലെ, എല്ലാവർക്കും പ്രോഗ്രാമുകൾക്ക് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു വിഷൻ കിട്ടുന്നത്. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയത്, ഞാൻ എന്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ ഈ പറയുന്നത്, എനിക്ക് കിട്ടിയത് രാജഗിരി പ്രോഗ്രാം. രാജഗിരി പ്രോഗ്രാം നമ്മ ചെറിയ ചെറിയ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് മെഗാ പ്രോഗ്രാം. രാജഗിരി പ്രോഗ്രാമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ പറയാ, വല്ലാത്തൊരു വിഷനായിരുന്നു അന്ന് കിട്ടിയത്. അത്രയും നമുക്ക് എന്താ പറയാ, ഒരുപാട് വ്യക്തികള് അവിടെ വന്നിട്ട് അതിന്റെ കോർഡിനേഷനും ആ സ്റ്റേജിന്റെ ഒരു പവറും ഇത്രയും ആളുകള് നമുക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് അവിടെ കണ്ടതന്ന്. അന്ന് ഡയമണ്ട് സുരേന്ദ്രനാഥ് സാറിന്റെ ക്ലാസ് ആയിരുന്നു നടന്നത് അന്ന്. അപ്പോ നമ്മ അത്രയും വിചാരിച്ചിട്ടില്ല, നമുക്ക് അത്രയും ഒരു ആർസിഎമ്മിലൂടെ വിജയിച്ച് വന്ന വ്യക്തികളെ, അത്രയും വലിയ വരുമാനം കിട്ടിയ വ്യക്തികളെ കണ്ടത് ആ ഒരു പ്രോഗ്രാമിലാണ്. അപ്പൊ നമുക്ക് ബിഗ് പ്രോഗ്രാം, ബിഗ് വിഷൻ നമുക്ക് നൽകും. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഉറച്ചു നിൽക്കാനുള്ള ഒരു സംഭവം. പിന്നെ ഒരു ട്രെയിനിങ് ക്ലാസ്സുകൾ പിന്നെ വരുന്നതാണ് നമുക്ക് ട്രെയിനിങ് ക്ലാസ്സുകൾ. ട്രെയിനിങ് ക്ലാസ്സുകളിൽ കൂടെയാണ് നമുക്ക് ഓരോരുത്തരെ നമ്മുടെ സ്കില്ല് വളർത്താനും. അത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഒരു 4 ആളോട് ഭയങ്കര ഒരു ഉൾവലിയുന്ന ഒരു സ്വഭാവമായിരുന്നു എനിക്ക്. അധികം സംസാരിക്കൊന്നുമില്ല, അങ്ങനെയുള്ളൊരു, എല്ലാരോടും ചിരിക്കും എന്നല്ലാണ്ട് അധികം കൂടുതലായിട്ടൊന്നും സംസാരിക്കൊന്നുമില്ല. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഇങ്ങനെ വേദികളിൽ സംസാരിക്കണം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ള ആഗ്രഹമുള്ള വ്യക്തിയാണ്. പക്ഷെ നമുക്ക് അതിനുള്ളൊരു സാഹചര്യം നമുക്ക് ഉണ്ടാവില്ലല്ലോ. അങ്ങനെയുള്ള ഒരു സമയത്താണ് ഈ ട്രെയിനിങ് ക്ലാസ്സുകൾ വരുന്നത്. ട്രെയിനിങ് ക്ലാസ്സുകളിൽ വരുമ്പോൾ നമുക്ക് ട്രെയിനിങ് പ്രോഗ്രാമുകൾക്ക് നമുക്ക് വ്യക്തികൾ, അപ്പൊ ആർക്കായാലും ഒരു വാക്ക് പോലും, ഒരു പേര് പോലും കൂട്ടി പറയാൻ പറ്റാത്ത വ്യക്തികൾക്ക് അവിടെ നിന്നും കയറ്റ് മാർക്കറ്റിംഗ് പ്ലാനും അങ്ങനെയുള്ള സംഭവങ്ങൾ, നമ്മളുടെ കഴിവുകൾ വളർത്താൻ. ഇപ്പൊ നമ്മ പറയും, എന്താ പറയാ, പാലിന്റെ ഒരു പ്രോസസ്സിംഗ് എന്ന് ഇപ്പൊ ലീഡേഴ്സ് പറയാറുണ്ട്. പാല് ഫസ്റ്റ് തന്നെ മോരാകുന്നു, അത് കഴിഞ്ഞിട്ട് തൈരാകുന്നു, അത് കഴിഞ്ഞിട്ട് വെണ്ണയാകുന്നു, അത് കഴിഞ്ഞിട്ട് വില കൂടിയ നെയ്യ് അല്ലെ, ഏറ്റവും വില കൂടിയതാണ് നെയ്യ്. ആ നെയ്യ് പോലെ നമ്മ ആവും, ആ നെയ്യിന്റെ അത്രയും വില കൂടിയ ഒരു നെയ്യ് ആയി മാറും നമ്മ ഈ ട്രെയിനിങ് ക്ലാസ്സുകൾ. ആദ്യം നമുക്ക് ഒന്നിനൊരു കഴിവില്ലാത്ത വ്യക്തി ഈ ട്രെയിനിങ് ക്ലാസ്സുകളിലൂടെ വരുമ്പോൾ നല്ലൊരു വ്യക്തിത്വമായി മാറും. അതിന് എവിടെ ട്രെയിനിങ് ക്ലാസ്സുകൾ ഉണ്ടെങ്കിലും നമുക്ക് പങ്കെടുക്കാൻ കഴിയണം. നമുക്ക് ഒരു ലീഡേഴ്സ് ഒരുപാട് ട്രെയിനിങ് ക്ലാസ്സുകൾ അവര് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അവിടെ എത്തിച്ചേരണം. ഫസ്റ്റേ തുടങ്ങി ആ ട്രെയിനിങ് ക്ലാസ്സിന്റെ വിഷയം കിട്ടിയോണ്ട് എവിടെയാണെങ്കിലും നമുക്ക് പറ്റാവുന്നിടത്തൊക്കെ ട്രെയിനിങ് ക്ലാസ് നമുക്ക് പറ്റാവുന്ന എവിടെയാണെങ്കിലും നമ്മ അവിടെ എത്തിച്ചേരാൻ ശ്രമിക്കാറുണ്ട്. കൊമ്പിടി ഞാമാക്കലായിരുന്നു ഫസ്റ്റ് സജീവ് സാറിന്റെ ട്രെയിനിങ് ക്ലാസ്. അവിടെ എത്ര രാത്രിയായാലും പോവാറുണ്ട്. അപ്പൊ അവിടെ ഒരു ലേഡീസ് ഒക്കെ വരുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, അപ്പൊ ഇവർക്കൊക്കെ വരാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് എന്താ വന്നൂടാ. അങ്ങനെ അവിടെ നമുക്ക് സാറിന്റെ അതുപോലെ തന്നെ ഇപ്പൊ തുമ്പൂര് ട്രെയിനിങ് ക്ലാസ് നടക്കുന്നുണ്ട്. എന്താ പറയാ, നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമ്മ ഇതില് വന്നതിന് നമുക്ക് ദൈവത്തിനോട് സ്തുതി പറയാ. ഹോളിലൊക്കെ ഒന്ന് കേറി ഇരിക്കുമ്പോഴുണ്ടല്ലോ, നമ്മ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നതിന് ഇപ്പൊ ഏതൊരു വ്യക്തി, ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിയും അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ വിചാരിക്കാം. തുമ്പൂര് ഹോള് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, ഇപ്പൊ സാറ് ടേബിളും നമുക്ക് എന്താ ചെന്ന് അവിടെ അറ്റൻഡ് ചെയ്യണം. അവിടുത്തെ ഒരു ഇത് കിട്ടണമെങ്കിൽ അവിടെ ചെന്ന് AC ഹോളില് നല്ല ടേബിളും നമുക്ക് വെച്ചെഴുതാനും അത്രയും സൂപ്പറായിട്ടാണ് അനിൽ സാർ അവിടെ
അവിടെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് ചെന്നിരുന്ന് വിഷമം തോന്നും ചില സമയത്ത്. ആളുകൾ കുറവ് കാണുമ്പോൾ ഇത്രയും നല്ലൊരു സംഭവങ്ങള് അവിടെ ഒരുക്കി തന്നിട്ട് നമുക്ക് വിജയിക്കാൻ വേണ്ടി ലീഡേഴ്സ് ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ആളുകൾ കുറയുമ്പോൾ നമുക്കൊരു സത്യം പറഞ്ഞാൽ ഒരു വിഷമാണ് തോന്നാം. ഇത്രയും നമുക്ക് വേണ്ടി ലീഡേഴ്സ് നമുക്ക് വേണ്ടി അവരെന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്തു തരുന്നത്. അപ്പൊ അത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലീഡേഴ്സ് ഒരുക്കി തരുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ട്രെയിനിങ് ക്ലാസ്സുകളിൽ ഓരോരുത്തരെ നമ്മ പഠിച്ചാൽ മാത്രം പോരാ, നമുക്ക് മറ്റുള്ളവരെ നമ്മളുടെ കൂടെ വന്നവരെ പ്രോഗ്രാമുകൾക്കും ട്രെയിനിങ് ക്ലാസ്സുകൾക്കും കൂടെ നമ്മ പഠിച്ചിട്ട് നമ്മ പഠിക്കും ശരി, പക്ഷെ നമ്മളെ കൂടെ വന്നവരെ നമ്മളെ പോലെ ലീഡേഴ്സിനെ പോലെ വലിയ വലിയ ലീഡേഴ്സിനെ പോലെ നമുക്ക് ആക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിനാണ് നമ്മ പ്രോഗ്രാമുകൾക്കും ട്രെയിനിങ് ക്ലാസ്സുകൾക്കും പുതിയ വ്യക്തികളെ ആയാലും പങ്കെടുപ്പിക്കണം. നമ്മളെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യിക്കാൻ വേണ്ടി അപ്പൊ നമ്മുടെ പകുതി ഭാരം കുറഞ്ഞ് ഒരേ ലീഡേഴ്സ് നമ്മുടെ പ്രോഗ്രാമുകളും ട്രെയിനിങ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് അവരൊരു ലീഡർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പകുതി ഭാരം കുറഞ്ഞ്. അതുപോലെ തന്നെ നമ്മ ഒരു പ്രോഗ്രാം അറ്റൻഡ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 21-ാം തീയതി അല്ലെങ്കിൽ 22-ാം തീയതി ഒരു പ്രോഗ്രാം അറ്റൻഡ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അവിടേക്ക് പോവാനുള്ളൊരു ഞാൻ പോകുന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മ ആളുകളെ നോക്കാൻ. ഞാൻ പോകുന്നുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാലേ നമ്മ അവിടെ പോവുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മ ആരൊക്കെ പോകണം എന്നുള്ള നമ്മളെ പ്രോസ്പെക്ട് ലിസ്റ്റ് നോക്കിയും കഴിഞ്ഞിട്ട് ഓരോരുത്തരെയും നമ്മ കോൾ ചെയ്യുകയല്ല വേണ്ടത്. നമ്മളെ പോവാൻ ഉദ്ദേശിക്കുന്ന വീടുകളിൽ മെസ്സേജോ കോളോ ചെയ്തിട്ട് അവർ വരുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കണ്ട. അത്രയും ഇതുള്ളവരോ അങ്ങനെ കോൾ ചെയ്തു നമ്മ അവരുടെ വീടുകളിൽ പോയിട്ട് അതിന്റെ വിഷയം കാണിച്ചിട്ട് നമ്മുടെ കണ്ണുകളിൽ നിന്ന് അവര് അത് വായിച്ചെടുക്കും. നമുക്ക് അവരെ വിളിക്കണം, വീടുകളിൽ പോയിട്ട് ഇൻവൈറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെയാണ് അവരെ കൊണ്ടുവന്നിരുത്തേണ്ടത്. വീടുകളിൽ പോയിട്ട് തന്നെ അവരെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരണം. അതുപോലെ തന്നെ നമ്മ ഫസ്റ്റ് തന്നെ വേണ്ടത് നമുക്ക് ടിക്കറ്റ് എടുത്ത് വെക്കണം. ടിക്കറ്റ് നമ്മ അപ്പൊ എനിക്ക് അനുഭവമാണ്, ഒരു 10 ടിക്കറ്റ് ഒരു ഇരിഞ്ഞാലക്കുട പ്രോഗ്രാമിന് റീന മാഡത്തിന് 10 ടിക്കറ്റ് എന്നും പറഞ്ഞ. പക്ഷെ ഞാൻ അങ്ങനെ വാങ്ങാത്ത ആളാണ്. പക്ഷെ അന്നെന്തോ ലീഡേഴ്സ് തന്നപ്പോ ഞാൻ വാങ്ങി, ഒരു ധൈര്യത്തിൽ വാങ്ങി. ആര് ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടല്ല. പക്ഷെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9 ടിക്കറ്റ് എന്റെ കയ്യിൽ നിന്ന്. അപ്പൊ ഞാൻ അതിനുള്ള എഫേർട്ട് എടുത്ത് ആ ടിക്കറ്റ് കൊടുക്കാനുള്ള എഫേർട്ട് എടുത്ത് കഴിഞ്ഞ് അപ്പൊ എന്റെ ടിക്കറ്റ് പോവുകയും ചെയ്ത്. അപ്പൊ ആളുകളെ കൊണ്ടുവരികയും ചെയ്ത്. അതേപോലെ തന്നെ നമ്മ ഒരു പ്രോഗ്രാമിന് പോവുകയാണെങ്കിൽ ഏതൊരു വ്യക്തികളും ഞങ്ങൾ കൂടുതൽ ചെയ്തേന്ന കാര്യമാണ് ലീഡേഴ്സിനെ ആശ്രയിക്കല്. അത് ഏറ്റവും വലിയൊരു പ്രശ്നമാണെന്ന് പിന്നീടാണെന്ന് എനിക്ക് മനസ്സിലായത്. ഇപ്പൊ ഫിറോസ് സാറിനായിട്ട് പോകുമ്പോൾ സാറിനെ വിളിക്കും. ഫസ്റ്റ് തന്നെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ സാറെ വണ്ടിയിൽ സീറ്റ് ഉണ്ടാ എന്ന് ചോദിക്കും. അപ്പൊ സാറിന് എന്തായാലും ഫസ്റ്റ് തന്നെ ഞങ്ങളെ കൊണ്ടുപോയേ പറ്റുള്ളല്ലോ. അപ്പൊ സാറ് പറയും ആ സീറ്റ് ഉണ്ട് വരുന്നോളോന്ന് പറയും. അങ്ങനെ വന്ന് സാറ് നല്ലൊരു സുഖമായി സാറിന്റെ ബാക്കിൽ സീറ്റില് പോവും. അപ്പൊ എത്ര ആളുണ്ട് സാറിന്റെ വണ്ടിയിൽ ഇപ്പൊ ഒരു 6-7 ആളല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഞങ്ങൾ അതിൽ സ്ഥാനം പിടിക്കും എപ്പോഴും. എന്താ പറയാ, സാറ് പോകുമ്പോൾ എത്രയും പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പേരുണ്ടാവുള്ളൂ. അപ്പൊ ലാസ്റ്റ് സാർ എന്ത് ചെയ്ത് അങ്ങനെ ഞങ്ങളുടെ സ്വഭാവം സാറിന് മനസ്സിലായി. എന്താ സാറിന്റെ കൂടെ തന്നെ വരുള്ളൂ എന്നുള്ള ഇത് മനസ്സിലായി കഴിഞ്ഞപ്പോ സാർ എന്ത് ചെയ്ത് നമ്മ തള്ളക്കോഴികള് കുഞ്ഞുങ്ങളെ കൊത്തിയാട്ടൂലേ, തള്ളക്കോഴിക്ക് ഇഷ്ടമില്ലാണ്ടോ മക്കളോട്? അല്ല, അത് അവര് പ്രാപ്തിയാവാൻ വേണ്ടിയിട്ടാണ് തള്ളക്കോഴി കുഞ്ഞുങ്ങളെ കൊത്തിയാട്ടുന്നത്. സാറ് പിന്നെ പറഞ്ഞ് ഇല്ല, ഞാൻ ഇനി പുതിയ വ്യക്തികളാണ് അതിനെ കൊണ്ടുപോകും. അങ്ങനെ പല പ്രാവശ്യം പറയാറുണ്ടെങ്കിലും കൂടി എന്നാലും സാറിന്റെ വാക്കുകളൊന്നും ചിലവ് മൈൻഡ് ചെയ്യാറില്ല. ഞങ്ങൾ വിളിച്ച് സാറിന്റെ കൂടെ പോകും. അപ്പൊ പിന്നെ മനസ്സിലായി സാറ് പതുക്കെ ഞങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് തള്ളക്കോഴി കുഞ്ഞുങ്ങളെ കൊത്തിയാട്ടുന്നത് പോലെ തന്നെ. അപ്പൊ പിന്നെ എന്താ പറയാ, ഞങ്ങൾ തന്നെ പോവാനുള്ളൊരു എഫർട്ട് എടുത്ത് അപ്പൊ ആളുകളെ കൂടുതലായിട്ട് പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം. അപ്പോഴാണ് സാറ് ആദ്യം തന്നെ നമുക്കൊരു വിഷമം തോന്നിയിരുന്നു. അയ്യോ സാറ് അങ്ങനെ ഒരു വിഷമം തോന്നുമായിരുന്നു. പിന്നെ ആളുകളെ നമുക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഇത് വന്നപ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. സാർ അപ്പൊ നമ്മളെ വിജയിപ്പിക്കാനാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നുള്ള. അപ്പൊ
ഒരുപാട് വ്യക്തികളെ നമുക്ക് പ്രോഗ്രാമിന് കൊണ്ടുപോകാൻ പറ്റി. അപ്പൊ അങ്ങനെയുള്ളൊരു നമ്മ വ്യക്തികളെ കൊണ്ടുപോകാൻ നമ്മൾ തന്നെ എഫേർട്ട് എടുക്കണം. നമ്മളവിടെ അവരെത്തിക്കുക, ബസ്സിനായിക്കോട്ടെ വണ്ടി വിളിച്ചായിക്കോട്ടെ, നമ്മളവിടെ എത്തിക്കാനുള്ള ഒരു എഫേർട്ട് നമ്മ തന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാനുള്ള ഒരു വഴികൾ തരും. അപ്പൊ ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. പിന്നെയാണെങ്കിൽ നമ്മൾ പ്രോഗ്രാമുകളും ഇത് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഒരുപാട് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു ഡോക്ടർ രാജൻ സാറിന്റെ ഒരു കഥ പറയാം. ഒരു ആള് ഡോക്ടർ രാജൻ സാറിനോട് ചോദിക്കുന്നു, സാറെ RCMലൂടെ വിജയിക്കാൻ നമ്മ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ സാറ് പറയുന്നു 100 പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്താൽ മതി എന്ന് പറയുന്നു. 100 പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 101ാമത്തെ പ്രോഗ്രാമിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു ആളോട് പറയുന്നു. അപ്പൊ ആളെന്ത് ചെയ്ത് ഒരേ പ്രോഗ്രാമുകൾ 1, 2, 3 പറഞ്ഞിട്ട് ഒരേ പ്രോഗ്രാമുകൾ അയാൾ അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുന്ന വ്യക്തി അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുന്നു. പിന്നെ 100 പ്രോഗ്രാം തികഞ്ഞ് ആള് വിജയിച്ചില്ല. എന്തായിരിക്കും മാഡം അത് വിജയിക്കാതിരിക്കാൻ കാരണം? ആള് 101ാമത്തെ പ്രോഗ്രാമിൽ ആള് വിജയിച്ചിട്ടില്ല. അപ്പൊ എന്തായി സിനി മാഡം എന്തായിട്ടായിരിക്കും ആള് വിജയിക്കാതിരുന്നത്? അപ്പൊ സാറിന് ചോദിക്കുന്നത്, സാറിനോട് ചോദിക്കുന്നത് എന്തായിട്ടാണ്? പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതില് അവര് ആക്ഷൻ എടുക്കുന്നില്ല. വെറുതെ നമ്മ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് അതിൽ പ്രവർത്തനം കാഴ്ചവെക്കണം. ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മ വിജയിക്കണമെന്നില്ല. അപ്പൊ പക്ഷെ പ്രോഗ്രാം ഓരോന്നും അറ്റൻഡ് ചെയ്തതിലൂടെ നമുക്ക് വിജയിക്കാൻ പറ്റണം. വിജയിച്ച് നമുക്ക് മുന്നേറണമെങ്കിൽ നമ്മൾ അതിന് ഫീൽഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി സമയം എങ്ങനെയാണ് മാഡം? അപ്പൊ ഒരുപാട് ട്രെയിനിങ് ക്ലാസ്സുകൾ പ്രോഗ്രാമുകൾ നമുക്ക് ലീഡേഴ്സ് ഒരുക്കി തരുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് എത്തുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ പ്രോഗ്രാമുകൾ അല്ലേ, ഈ ഇതുപോലെ തന്നെ ഫിസിക്കൽ പ്രോഗ്രാമുകൾ പോലെ തന്നെയാണ് നമുക്ക് ഓൺലൈൻ പ്രോഗ്രാമുകൾ. സൂം പ്രോഗ്രാം, പൊൻപുലരി, അതുപോലെ തന്നെ നമുക്ക് 7:15 വരുന്ന പ്രോഗ്രാം, അതുപോലെ തന്നെ നമുക്ക് 11 മണിക്ക് ചിലപ്പോ എല്ലാ പ്രോഗ്രാമിലൊന്നും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അത് പിന്നെ പറ്റില്ല. നമുക്ക് ഏത് പ്രോഗ്രാമാണ് കംഫർട്ടായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റണത് ആ പ്രോഗ്രാമിൽ നമ്മ അറ്റൻഡ് ചെയ്യാം. അതുപോലെ നമുക്ക് ഒരുപാട് വിജയിച്ച വ്യക്തികൾ അതിലൂടെ കാര്യങ്ങൾ അല്ലെ, ഒരുപാട് വ്യക്തികളുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് 7:15 ഒക്കെ കീസോണിന്റെ ട്രെയിനിങ് ക്ലാസ് ലേഡീസുകൾ, ഒരുപാട് വ്യക്തികൾ വിജയിച്ച് വരുന്ന ലേഡീസുകൾ നമുക്ക് ഒരേ അനുഭവങ്ങളും പ്രൊഡക്റ്റിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു തരുമ്പോൾ, പ്രൊഡക്റ്റിന്റെ അനുഭവങ്ങൾ, അവരുടെ വിജയിച്ച വഴികൾ ഒക്കെ പറഞ്ഞു തരുമ്പോൾ നല്ലൊരു തീരുമാനം എടുക്കാൻ നമുക്ക് അതുകൊണ്ട് കഴിയും അല്ലെ. എനിക്കൊരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മ വിചാരിക്കും ഇത്രയും ഇതുള്ളവർക്കൊന്നും പറ്റും, അങ്ങനെയുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ അവരെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നല്ലൊരു അനുഭവമാണ് കിട്ടാറുള്ളത്. അപ്പൊ സൂം പ്രോഗ്രാമുകൾ, ഓൺലൈൻ പ്രോഗ്രാമുകളൊക്കെ നമുക്ക് ഓരോരുത്തർക്ക്, പുതിയ വ്യക്തികൾക്ക് ഇപ്പൊ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒട്ടും ചിലപ്പോ ഓരോരുത്തർ ഹസ്ബൻഡ് സമ്മതിക്കൂല. ഓരോരുത്തർ പറയാറുണ്ട് എനിക്ക് ഹസ്ബൻഡ് സമ്മതിക്കൂല, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കുട്ടിയുണ്ട് എന്നൊക്കെ പറയണ ലേഡീസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ലേഡീസിനെ നമുക്കറിയാം, ചില ലേഡീസിന്റെ പ്രോഗ്രാമുകൾ അവർക്കത് വിട്ടുകൊടുത്തിട്ട് അവർക്ക് അത് കേൾക്കണമെങ്കിൽ നമ്മളോട് പിന്നെ അവർക്ക് അതൊന്നും ആയിരിക്കൂല. പിന്നെ ഹസ്ബൻഡിനെയും ഒന്നും അവര് കുട്ടീനൊന്നും നോക്കൂല. പിന്നെ നമ്മളോട് എന്തെങ്കിലും ചോദിക്കും അവര്. ഈ ഓൺലൈൻ പ്രോഗ്രാം കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു വിഷൻ കിട്ടും. അപ്പൊ അങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്ക് നമുക്ക് അവരെത്തിക്കാം. അപ്പൊ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ നമ്മ ലീഡേഴ്സ് പറയണ പോലെ കയറിട്ട് കെട്ടിവലിച്ച് നമുക്ക് പ്രോഗ്രാംസിന് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് തീരുമാനമെടുത്തോളൂ. അതുപോലെ തന്നെ നമ്മൾ എതിർത്ത് നിൽക്കുന്ന നമ്മളെ ബന്ധുക്കള് നമുക്കൊരു അവർക്കൊരു നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ തന്നെ ഒരുപാട് മാതാപിതാക്കളും സഹോദരങ്ങളൊക്കെ എതിർത്ത് നിൽക്കുന്നുണ്ടാവും. അവരെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാമിലേക്ക് അവരോട് പറയാം, ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്കൊന്ന് കാണാൻ. ഇപ്പൊ എന്റെ
അനിയത്തിനോട് ഞാൻ അനിയത്തി എപ്പോഴും ഒരു നെഗറ്റീവ് ആയിരുന്നു, എന്താണെന്ന് മനസ്സിലാവണം. അപ്പൊ ഞാനൊരിക്കൽ പറഞ്ഞ് ആളോട്, നമുക്ക് ഞാൻ പ്രോഗ്രാമിനൊന്നും വിളിച്ചാൽ ഒട്ടും വരില്ല. ഒരു രാജഗിരി പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിന് ഞാൻ വിളിച്ചപ്പോ വരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാവാല, വെറുതെ ഞാൻ എന്തിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്റെ കൂടെ വരാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ആള് ആ പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്ത്, രാജഗിരിയിലാണ്. രാജഗിരി പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആള് പറയണ്, നമുക്ക് കുട്ടികളെ, നമ്മുടെ കുട്ടികളെ ഒരു മതപഠന ക്ലാസ്സിലോ മറ്റുള്ള ഇതിൽക്കോ അല്ല പറഞ്ഞേക്കേണ്ടത്, RCMന്റെ പ്രോഗ്രാമുകൾക്കാണ് പറഞ്ഞേക്കേണ്ടതെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴുണ്ടല്ല, അത്രയും ആള് പോസിറ്റീവായി. അപ്പൊ എന്നോട് പറഞ്ഞു, നീ ധൈര്യമായിട്ട് ചെയ്തോ, അനിയത്തിനെങ്കിലും എന്നെ നീ എന്നൊക്കെ പറയുള്ളൂ, നീ ധൈര്യമായിട്ട് ചെയ്തോ, നീ ഇതിൽ വിജയിച്ചിരിക്കും. അപ്പൊ ഫാമിലിയിൽ നിന്ന് നമുക്കൊരു ഭയങ്കര സപ്പോർട്ട്. ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ നമുക്ക് സപ്പോർട്ട് ഇല്ലാണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കുള്ളൂ. അപ്പൊ എന്നോട് പറഞ്ഞ കാര്യം, നമ്മുടെ മക്കളെ നമ്മ RCMന്റെ പ്രോഗ്രാമുകൾക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വഭാവം നന്നാവും എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ പറയാ, അപ്പൊ നമ്മ എല്ലാവരെയും, നമുക്ക് പരിചയമുള്ളവരെയും നമ്മളെ ബന്ധുക്കളെയും നമ്മളെ മക്കളെയും നമ്മ RCMന്റെ പ്രോഗ്രാമുകൾക്ക് ഇൻവൈറ്റ് ചെയ്ത്, ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും നമുക്ക് അവിടെ എത്തിപ്പെടാനും ഒക്കെ, ഒരുപാട് പ്രതിസന്ധി, അതിലെല്ലാം അതിജീവിച്ച് എല്ലാവരും പ്രോഗ്രാമിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ RCM എന്ന പ്രസ്ഥാനത്തിൽ എല്ലാവർക്കും ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ. ഒരുപാട് പോയിന്റുകൾ വിട്ടുപോയിട്ടുണ്ടാവും, അപ്പൊ പരമാവധി കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും RCM എന്ന പ്രസ്ഥാനത്തിലൂടെ പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്ത് വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാ ലീഡേഴ്സിനും, ഇങ്ങനെ ഒരു അവസരം തന്ന എല്ലാ ലീഡേഴ്സിനും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് RCM, ഗുഡ് RCM. താങ്ക് യു സലീഷ മാഡം.